അപ്പൊ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്ത് പുതിയ ഒരു സബ്സ്ക്രൈബർ വന്നിട്ടുണ്ട്. നമ്മളെ കളിച്ച് തോൽപ്പിക്കാൻ വേണ്ടി ചലഞ്ച് അക്സെപ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ആദ്യം തന്നെ E4 നീക്കി ഓപ്പൺ ചെയ്യുകയാണ്. നമ്മൾ മറുപടിയായിട്ട് E5 നീക്കി ദെൻ നൈറ്റിനെ ഇറക്കിയിട്ടുണ്ട്. സ്ഥിരം കാഴ്ചയാണ്, നൈറ്റിനെ ഇറക്കിയിട്ടുണ്ട്. നമ്മൾ D6 നീക്കി E4നൊരു ഒരു 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 പിന്തുണ നൽകുന്നു. അപ്പൊ ഈ ഓപ്പണിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോ ഒരു കമന്റ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ആ കമന്റ് ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. നമ്മളൊരു സബ്സ്ക്രൈബർ പറഞ്ഞ ഒരു കമന്റ് ആണ്. മറ്റ് പഴയ വീഡിയോസ് കാണാത്തോണ്ടായിരിക്കും അങ്ങനെ ഒരു കമന്റ് വന്നത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, ഇത് നമ്മൾ മണ്ടത്തരങ്ങളിലൂടെ കളിക്കുന്ന കളികളാണ് ഇതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നത്. ഇതിനകത്ത് ഞാൻ ജയിക്കാം തോക്കാം, എനിക്ക് വേണമെങ്കിൽ ജയിക്കുന്ന കളികൾ മാത്രം അപ്ലോഡ് ചെയ്യാം. ഞാനത് ചെയ്യുന്നില്ല, തോക്കുന്ന കളികളും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. മണ്ടത്തരങ്ങളിലൂടെ എങ്ങനെ നമുക്ക് കളിക്കാൻ ജയിക്കാന്നാണ് നമ്മൾ ജസ്റ്റ് നോക്കുന്നത്. അപ്പൊ കമന്റ് ഇങ്ങനെയാണ്: പൊന്നു മോനെ, ആദ്യം കളി പഠിക്കുക, എന്നിട്ട് വീഡിയോ ചെയ്യും. കുറഞ്ഞത് ഒരു ഓപ്പൺ മൂവ്സ് പ്രിൻസിപ്പിൾ എങ്കിലും പഠിക്കുക. ഓക്കെ, ഓപ്പണിംഗ് മൂവ്സ് പ്രിൻസിപ്പിൾ എങ്കിലും പഠിച്ചിട്ട് നീ കളിക്കാൻ പോ, കളി പഠിക്കുക, എന്നിട്ട് വീഡിയോ ചെയ്യുന്നതാണ് ഒരു സുഹൃത്ത് കമന്റ് ചെയ്തേക്കുന്നത്. ഞാൻ എൻ്റെ അടിയിൽ തന്നെ മറുപടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി, എല്ലാവർക്കും കൂടെ വേണ്ടി ഒന്നുകൂടെ പറയാം. ജസ്റ്റ് കളി നമ്മൾ പഠിച്ചു വരുന്നില്ലേ ഉള്ളൂ. നമ്മൾ അതുമല്ല, ഇത് 1 മിനിറ്റ് കളിയാണ്. ഞാൻ കളിച്ച് അപ്ലോഡ് ചെയ്യുന്ന എല്ലാം 1 മിനിറ്റ് കളിയാണ്. അവിടെ ഓപ്പൺ പ്രിൻസിപ്പിൾ നോക്കി അവിടെ എങ്ങനെ പോകണം, എങ്ങനെ നീക്കണം ഒന്നും ശ്രദ്ധിക്കില്ല. എത്രയും പെട്ടെന്ന് അടിക്കുക, മറ്റെതിരാളിയെ വീഴ്ത്താൻ നോക്കുന്ന മാത്രമാണ്. അപ്പം കൈ കിട്ടുന്നതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കും. ചിലപ്പോൾ മന്ത്രി പോവായിരിക്കും, റൂക്ക് പോവായിരിക്കും, കിങ് പോവായിരിക്കും, കിങ് അല്ല നൈറ്റ് പോവായിരിക്കും. അങ്ങനെ കണ്ണി കാണുന്ന എല്ലാം പോകുമായിരിക്കും. നമ്മളെ ഒരേ ഒരു ലക്ഷ്യം എങ്ങനെ എത്രയും പെട്ടെന്ന് തീർക്കുക. കാരണം മിക്ക 1 മിനിറ്റ് കളിയിലും എനിക്ക് ടൈം മാനേജ്മെന്റ് ചെയ്യാൻ പറ്റാതെ ടൈമിന്റെ വിഷയം കൊണ്ട് മാത്രമാണ് ഞാൻ തോറ്റുകൊണ്ടിരിക്കുന്നത്. ആ തോൽക്കുന്ന വീഡിയോസ് ഞാൻ അപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്യുന്നുമുണ്ട്. അപ്പോൾ കാണുന്നവർക്ക് അറിയാം ജസ്റ്റ്. പിന്നെ 10 മിനിറ്റ് കളികളൊക്കെ ആണെങ്കിൽ മാക്സിമം ജയിക്കാറാണ് പതിവ്. പിന്നെ ഈ അപ്ലോഡ് ചെയ്യുന്ന അല്ല ഈ കമന്റ് ചെയ്ത വ്യക്തി മറ്റ് വീഡിയോസ് കാണാത്തതുകൊണ്ടായി നമ്മൾ മണ്ടത്തരങ്ങൾ പകുതി കാണിക്കുന്ന മണ്ടത്തരങ്ങളാണ്. അത് അധികം വീഡിയോസ് കാണുന്നവർക്കറിയാം. നമ്മൾ മൂവ്മെന്റ് നമുക്ക് നല്ലപോലെ ചെസ് കളിക്കാനൊന്നും അറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ കളിക്കുന്നു, പക്ഷെ ജയിക്കുന്നു. അത് നോക്കണം. ജയിക്കുന്ന കളികളും തോൽക്കുന്ന കളികളും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ പറയാം ചുമ്മാ കോണടിക്കാതെ മാറി പോടാന്നൊന്നും പറഞ്ഞേക്കണ്ട. ജസ്റ്റ് ഇത്രയേ ഉള്ളൂ പറയാം. അപ്പൊ പറഞ്ഞു തന്നേ ഉള്ളൂ. ഓപ്പൺ മൂവ്സ് പ്രിൻസിപ്പിൾ ഒന്നും ഇതിനകത്ത് നോക്കിയിട്ട് കാര്യമില്ല. നമ്മൾ എങ്ങനെയെങ്കിലും ജയിക്കാൻ ശ്രമിക്കുക, അത് മാത്രമാണ് നമ്മൾ നോക്കുന്നത്. പിന്നെ മാക്സിമം ജയിക്കാൻ ശ്രമിക്കുന്നു. പല കളി ജയിക്കുന്നു, തോൽക്കുന്നു. അത് ഈ 1 മിനിറ്റ് വിഷയം വരുന്നതുകൊണ്ടാണ്. 1 മിനിറ്റിനകത്തായതുകൊണ്ടാണ് ഈ തോൽക്കുന്ന അധികം നടക്കുന്നത്. ഈ കളിയും അതുപോലൊരു കളിയാണ്. ജയിക്കുമോ തോക്കുമോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. അപ്പം ഇത് നമ്മുടെ സബ്സ്ക്രൈബറാണ് നമുക്ക് ചലഞ്ച് ചെയ്തേക്കുന്നത്. സബ്സ്ക്രൈബറാണ് എതിരാളിയായിട്ട് കളിച്ചേക്കുന്നത്. നൈറ്റ് C3 കളിച്ച് നമ്മൾ മറുപടി കൊടുത്തിട്ടുണ്ട്. അടുത്ത മൂവ്മെന്റ് ബിഷപ്പ് B5. നൈറ്റിനെതിരെ അറ്റാക്കാണ്. നൈറ്റിനെ എടുക്കുക തന്നെ ചെയ്യുമെന്ന് തോന്നുന്നു. നമ്മളെന്തായാലും ബിഷപ്പിനെ D7ലേക്ക് കളിച്ച് തിരിച്ചൊരു മറുപടി കൊടുക്കുകയാണ്. ബിഷപ്പ് D7. യെസ്, നൈറ്റിനെ എടുത്തിട്ടുണ്ട്. ബിഷപ്പ് ക്യാപ്ചർ C6. നമ്മൾ മറുപടിയായിട്ട് ബിഷപ്പ് ക്യാപ്ചർ C6. ദെൻ G3 കളിക്കുന്നു. ക്യൂനെ മാറ്റുന്നു. അടുത്ത കാസ്ലിംഗ് ചെയ്യാനാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാണ്, നമുക്ക് വലിയ രീതിയിൽ കളിയൊന്നും അറിയത്തില്ല. നമ്മൾ ജസ്റ്റ് കളിക്കുന്നു, ജയിക്കുന്നു. ഇതുപോലെ ആയിരിക്കും മിക്കവാറും. പിന്നെ എല്ലാ പ്രിൻസിപ്പളും കളിച്ച് അതുപോലെ നീക്കി ജയിക്കുന്ന നമ്മൾ വലിയ വലിയ ആൾക്കാരൊന്നും അല്ലല്ലോ. നമ്മൾ ജസ്റ്റ് മല്ലൂസ് മാത്രം. ഓക്കെ, നൈറ്റ് H4. പിന്നെ സപ്പോർട്ട് ചെയ്യുന്നവർ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ. നിങ്ങൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിയിട്ടുള്ള ചില ചങ്കുകളുണ്ട്, അവരെല്ലാം ഒന്ന് ലൈക്ക് ചെയ്ത് സഹായിക്കുക. ദെൻ നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ അതും കമൻറ്റായിട്ട് അറിയിക്കുക കേട്ടോ. ദെൻ D5 നീക്കി നമ്മൾ വീണ്ടും ആക്രമിക്കാൻ പോകുന്നു. നമ്മൾ വെട്ടി ബിഷപ്പിനെതിരെ അറ്റാക്ക് വരുവാണ്. ബിഷപ്പിനെ അവിടെ നിന്ന് ഓട്ടിച്ചോണ്ട് പോകണം. ബിഷപ്പിനെ എന്തായാലും മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല, കാരണം അവിടെ നൈറ്റ് ഇരിപ്പുണ്ട്. നൈറ്റ് ഉണ്ടായത് കൊണ്ട് തന്നെ ഈ കോളത്തിലും ചെന്ന് കയറാക്കത്തില്ല. അതുകൊണ്ട് നൈസിനെ വെട്ടാനും ഒക്കത്തില്ല. നൈറ്റിന്റെ നല്ല സ്ട്രോങ് പൊസിഷനിൽ ഇരിക്കുകയാണ്. കണ്ടൂടെ, എത്ര കോളങ്ങളാണ് കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ട് എന്തായാലും വെട്ടാനൊക്കത്തില്ല. ബിഷപ്പിനെ കളയാനില്ല, ബാക്കിലോട്ട് ഉൾ വലിയുന്നു.
അടുത്ത നൈറ്റുമായി വീണ്ടും വരുന്നുണ്ട്. അത് പുള്ളിക്കാരൻ കാണിച്ച നമ്മുടെ എതിരാളി കാണിച്ച ബ്ലണ്ടറാണ്. ഈ കമന്റ് ഇടുന്ന പലരും ചിന്തിക്കുന്നില്ല, എന്താ ഇവൻ എന്ത് എൻ്റെ എതിരാളി ഇല്ല, അവൻ എന്ത് മണ്ടത്തരമാണ് കളിക്കുന്നത്. മണ്ടത്തരമാണ്. കാരണം ഈ 1 മിനിറ്റ് കളിയാണ്. എത്രയും സ്പീഡിൽ കളിക്കുമ്പോൾ അവിടെ നൈറ്റ് കൊണ്ട് വഴിയിൽ കൊണ്ട് വെച്ചേക്കുക, വായയിൽ കൊണ്ട് വെച്ചേക്കുക എന്നൊന്നും ചിന്തിക്കില്ല. നൈറ്റിനെ അങ്ങോട്ട് ഇറക്കി വിടുവാണ്. പുള്ളി കാണിച്ച മണ്ടത്തരമാണ്. ടൈമിന്റെ പ്രഷർ കാരണം എത്രയും പെട്ടെന്ന് അടിച്ച് കയറാനുള്ള നോക്കുവാണ്. ഞാൻ വേണമെങ്കിൽ മിസ്സാക്കി കളയാം ഇതിനെ ശ്രദ്ധിക്കാതെ ഞാൻ അടുത്ത മൂവ്മെന്റ് കളിച്ച് പോവുകയും ചെയ്യാം. വേണമെന്ന് വെച്ചാൽ വെട്ടുകയും ചെയ്യാം. ഞാൻ വെട്ടി പെട്ടെന്ന് ആ സ്പോട്ടിൽ അത് കണ്ടുപിടിച്ച് വെട്ടി. അടുത്ത മന്ത്രിയെ കൊണ്ടുവരുന്നു. മന്ത്രി 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 എനിക്ക് ബിഷപ്പിനെ രക്ഷിച്ചേ വെക്കൂ. മന്ത്രി വരുന്നുണ്ട്. മന്ത്രി ബിഷപ്പിനെ എടുക്കാൻ വേണ്ടി മാത്രമാണ് വന്നേക്കുന്നത്. എനിക്ക് വേണമെങ്കിൽ ഈ ബിഷപ്പിനെ കൊണ്ടുവന്ന് ഈ സാമാനത്തെ എടുത്ത് ഇവിടെ നിൽക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. ഞാൻ എന്തായാലും നൈറ്റിനെ കൊണ്ടുവന്ന് ബിഷപ്പിനെ സപ്പോർട്ട് ചെയ്യുകയാണ്. എനിക്ക് 2-3 വഴികളുണ്ടായിരുന്നു. ഞാൻ എന്തായാലും നൈറ്റിനെ ഇറക്കി ബിഷപ്പിനെ സപ്പോർട്ട് ചെയ്യുന്നു. കാരണം ഇവിടെ ആൾ ഇരിപ്പുണ്ടായതുകൊണ്ട്. അല്ലെങ്കിൽ നൈറ്റിനെ ഇവിടോട്ട് ഇറക്കത്തില്ല, കാരണം ബിഷപ്പ് എടുക്കുന്നത് കൊണ്ട് തന്നെ. എന്തായാലും അടുത്ത പുള്ളി ഇത് മാറ്റുകയായിരിക്കും വഴി. അല്ല, ആളെ ഇറക്കുകയാണ്. ആളെ ഇറക്കി അറ്റാക്കിലോട്ട് കൊണ്ടുവരികയാണ്. നമ്മുടെ സബ്സ്ക്രൈബർ മിക്കന്മാരാണല്ലോ അല്ലേലും. എന്തായാലും എനിക്ക് 2 വഴിയാണ്. ഇത് ഒന്നിങ്ങനെ വെട്ടാം, ഒന്നിങ്ങനെ വെട്ടാം. ഏകദേശം ഞാൻ ക്യൂൻ വെച്ച് തന്നെ വെട്ടുന്നു. ക്യൂൻ വെച്ച് വെട്ടി മുന്നോട്ട് പോകുന്നു. ക്യാൻസൽ ചെയ്യാനൊരു ഉദ്ദേശമുണ്ട്. അതിന് സമ്മതിക്കാത്ത രീതിയിൽ തന്നെ ക്യൂൻ ഇരച്ചു കയറി വന്നിട്ടുണ്ട്. എന്തായാലും റൂക്കിനെ അവിടുന്ന് മാറ്റി കൊടുക്കുന്നു, ഇല്ലെങ്കിൽ നമ്മളെ വെട്ടും. ദെൻ റൂക്കിനെ D8 ചാടിച്ചുകൊണ്ട് നമ്മളാണ് ഈ ഒരു സെഷൻ നല്ലപോലെ കൺട്രോൾ ചെയ്യുന്നു. അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ D3 കളിച്ച് മുന്നോട്ട് ചാടുന്നു. എനിക്ക് വേണമെങ്കിൽ 2-3 മൂവ്മെന്റ് ഉണ്ടായിരുന്നു. ഇവിടെ വെട്ടിയിട്ട് ഇതിനെ ബിഷപ്പിനെ കൊടുത്തിട്ട് അപ്പൊ ഇത് മറുപടിയായിട്ട് ഇത് വെട്ടും, എന്തെങ്കിലുമൊക്കെ ചെയ്യായിരുന്നു അവിടെയൊക്കെ. എന്തായാലും കളി അറിയാത്ത നമ്മൾ എന്തൊന്നും ചെയ്തില്ല. ജസ്റ്റ് നൈറ്റിനെ മുന്നോട്ട് ചാടിക്കുന്നു. പ്രഷർ ഉണ്ട് കേട്ടോ, ടൈം പ്രഷർ നല്ലപോലെ ഉണ്ട്. ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് എനിക്ക് തന്നെ അറിയാൻ വയ്യ. യെസ്, മന്ത്രിയെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നു. എന്തായാലും മന്ത്രി വെട്ടത്തൊന്നുമില്ല, ബിഷപ്പ് ഇരിക്കുന്നതുകൊണ്ട് മന്ത്രി വെട്ടത്തൊന്നുമില്ല. ഞാൻ ബിഷപ്പിന് വേണ്ടി ബിഷപ്പിനെ വെട്ടാതിരിക്കാൻ വേണ്ടി നമ്മുടെ ആളെ മുന്നോട്ടിറക്കി G6 കളിച്ചു. പൊണ്ണെ മുന്നോട്ടിറക്കി. അപ്പോൾ നമ്മൾ റൂക്കിനെതിരെ അറ്റാക്കുമായി വരുന്നു. റൂക്ക് G5. യെസ്, റൂക്കിനെ അവിടുന്ന് മാറ്റിയേ പറ്റൂ, അല്ലെങ്കിൽ ബിഷപ്പിനെ കൊണ്ടുവന്ന് ഇതുപോലെ വെക്കണം. ബിഷപ്പ് E7. എന്തായാലും ബിഷപ്പിനെ വെട്ടത്തില്ല, മന്ത്രി ഇരിക്കുന്നതുകൊണ്ട് തന്നെ ബിഷപ്പിനെ വെട്ടത്തില്ല. ഈ കളി എങ്ങനെ പോകും, ഏത് രീതിയിൽ പോകുന്നു ഒന്നും അറിയത്തില്ല. മണ്ടത്തരങ്ങൾ മൊത്തം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് മന്ത്രിയെ വെച്ച് തന്നെ നമ്മൾ എടുക്കുന്നു, ബിഷപ്പിനെ എടുക്കുന്നു. ഏകദേശം ബിഷപ്പ് 2 പേർക്കും തീർന്നു. എൻ്റെ ഒരു ബിഷപ്പ് ബാലൻസ് ഉണ്ട്. നൈറ്റ് നോക്കുവാണെങ്കിൽ അവർക്കൊരു നൈറ്റ് ഉണ്ട്, എനിക്കൊരു നൈറ്റ് ഉണ്ട്. ബാക്കിയെല്ലാം ഏകദേശം സെയിം തന്നെയാണ്. ഓക്കെ, മന്ത്രി വന്നു, ചെക്ക് വിളിച്ചു. മന്ത്രി വന്നു, ചെക്ക് വിളിച്ചു. മന്ത്രി വന്നു, ചെക്ക് വിളിച്ചു. ബിഷപ്പിനെ എതിർത്ത് നടുക്കോട്ട് കയറ്റി. ബിഷപ്പിനെ D7 കളിച്ചു. ചിലർക്ക് ഈ മൂവ്മെന്റ് ഒന്നും ഇഷ്ടപ്പെടുന്നില്ലായിരിക്കും. ചിലർ ഇവ എന്തിനു മണ്ടത്തര കളിക്കുന്നതെന്നൊക്കെ തോന്നുമായിരിക്കും. മണ്ടത്തരമായിരിക്കും. ഇങ്ങനെ തന്നെ പോട്ടെ. കളി ജയിക്കുകയോ തോക്കുകയോ എന്നൊക്കെ നമുക്ക് അവസാനം കണ്ടേ വെക്കൂ. E4 കളിച്ച് ഞാൻ മുന്നോട്ട് നീക്കുന്നു. E4 കളിച്ചു. ഓക്കെ, അവിടെ വെട്ടക്കം നടക്കത്തില്ല. നൈറ്റിനെ പുള്ളിക്കാരൻ ചടപടേന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. നൈറ്റ് D5. മന്ത്രി അവിടുന്ന് മാറ്റണം, അല്ലെങ്കിൽ മന്ത്രിയുടെ തലയും കൊണ്ട് കുതിര അങ്ങ് പോകും. മന്ത്രിയെ മാറ്റി കുതിരക്കെതിരെ അറ്റാക്ക് കൊടുക്കുകയാണ്. പക്ഷേ നമ്മൾ വെട്ടത്തൊന്നുമില്ല, കാരണം മന്ത്രി അവിടെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ വെട്ടാനൊന്നും നോക്കുന്നില്ല. ഏകദേശം ആളെ വെട്ടി. ഓക്കെ, ഗ്യാപ്പിൽ കൂടെ കയറ്റി വിടാനും പറ്റത്തില്ലല്ലേ. ഓക്കെ, എന്തായാലും ക്യാൻസലിങ് ചെയ്ത് ഒഴിവാക്കി. പുള്ളിക്കാരനും ക്യാൻസലിങ് ചെയ്തു. നമുക്കിപ്പോൾ എന്താ ചെയ്യുക? മന്ത്രിയെ H5 നീക്കിയിട്ടുണ്ട്. H5 നീക്കിയ മന്ത്രിയെ എതിരാളി തടഞ്ഞ്. അവിടെ ഒരു ചാൻസ് ഉണ്ടായിരുന്നു. ആ ചാൻസ് പുള്ളിക്കാരൻ, നമ്മുടെ സബ്സ്ക്രൈബർ വെറും ഒരു ഊളെ അല്ലാത്തതുകൊണ്ട് തന്നെ ഇവിടെ വെച്ച അടുത്ത മൂവ്മെന്റിൽ ചെക്ക്മേറ്റ് ആണ്. അതെനിക്ക് പ്രതീക്ഷിച്ചാണ് അങ്ങോട്ട് നീക്കിയത്. പുള്ളിക്കാർ ഇവിടെ എന്തെങ്കിലും ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ എന്നെ പോലെ മണ്ടവനല്ലല്ലോ നമ്മുടെ എതിരാളി. ഓക്കെ, H4 കളിച്ചു. ഞാൻ അവിടെ പെട്ടു. നൈറ്റിനെ അവിടുന്ന് മാറ്റി. നൈറ്റിനെ E5 മാറ്റി. നൈറ്റ് E7. എതിരാളി വീണ്ടും പവറിൽ വന്നിട്ടുണ്ട്. ഞാൻ എന്തായാലും മാറ്റി. ചെക്കാണ് വന്നത്, ചെക്ക് മാറ്റിയിട്ടുണ്ട്. കിങ്ങിനെ
H8 മാറ്റി. റൂക്ക് അടുത്ത റൂക്ക് വന്നിട്ടുണ്ട്. റൂക്ക് വന്നിട്ട് അടുത്ത ബിഷപ്പിനെ എടുക്കാനുള്ള പാവമായിരിക്കും. എന്തായാലും ഈ റൂക്കിനെ എടുത്തോണ്ടൊരു പണി കൊടുക്കാൻ നോക്കിയതാണ്. ഞാൻ ഇതിനെ എടുക്കാൻ വെച്ചതാ, പക്ഷെ ഇത് ഇവിടെ വന്ന് എടുക്കും, ഇങ്ങനെ വന്ന് എടുക്കും, എന്താകുമെന്ന് അറിയത്തില്ല. നമുക്ക് നോക്കാം. റൂക്കിനെ എടുത്തു, നമ്മളും എടുത്തു. നമ്മൾ ചെക്ക് വിളിച്ചു. ആ ചെക്ക് മാറ്റുന്ന സമയം കൊണ്ട് തന്നെ ഈ റൂക്കിനെ എടുത്തു. ഇവിടെ ഒരു ചെക്ക് മൂവ്മെന്റ് ഉണ്ട്, പക്ഷെ എനിക്ക് വലിയ പിടുത്തമില്ല, അങ്ങനെ ചെയ്യണമെന്നൊരു പിടുത്തമില്ല. എന്തായാലും കളി മുന്നോട്ട് പോകുന്നു. സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. റൂക്കിനെ മാറ്റുന്നു. റൂക്ക് A1. ബിഷപ്പ് E6 കളിക്കുകയാണ് കേട്ടോ. ബിഷപ്പ് E6. യെസ്, ടൈം ഔട്ട്. തോറ്റു. കണ്ട, ഈ കളിയും പതിവ് പോലെ ടൈം ഔട്ടായി ഞാൻ തോറ്റു. അത് എന്നിട്ട് എനിക്ക് വേണമെങ്കിൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാതിരിക്കാം. ജസ്റ്റ് അപ്ലോഡ് ചെയ്യുകയാണ്. തോറ്റാലും ജയിച്ചാലും എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് വേണം, ഞാൻ സപ്പോർട്ട് ചെയ്യുക. പിന്നെ തെറി വിളിക്കാൻ വേണ്ടി വരുന്ന മാമന്മാർ, അണ്ണന്മാർ, അനിയന്മാർ, അക്കന്മാർ, അക്കച്ചിമാർ എല്ലാവരും ജസ്റ്റ് ചാനലിനെ സ്കിപ്പ് ചെയ്തങ്ങ് പോയേക്കും. അത്രയേ ഉള്ളൂ പറയാൻ. അപ്പം മറ്റൊരു വീഡിയോയുമായി, അടുത്ത വീഡിയോയുമായി ഉടനെ വരാം. അതുവരേക്കും ഗുഡ് ബൈ, ടാറ്റ, ബൈ ബൈ, സീ യു.